പ്രഭാസിൻ്റെ വൺ മാൻ ഷോ അല്ലെങ്കിൽ നമ്മളെ നോർമൽ തെലുഗു പടം അങ്ങനെയല്ല, എല്ലാവർക്കും ഇൻഡിവിജ്വലി ഈക്വൽ റോൾ ഉണ്ട്. ഇതിനകത്ത് മറ്റേ ഓസിലറിൽ ജയറാമിനെ പോലെയാണ് പ്രഭാസ്, മമ്മൂട്ടി അമിതാഭ് ബച്ചൻ സ്റ്റീൽ ചെയ്തെന്ന് പറയാം. ഗ്രാഫിക്സ് ഇത്രയും വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യൻ പടം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്. കൊള്ളാം, ബോറടിപ്പിക്കില്ല, അടിപൊളിയായിട്ടുണ്ട്. ചെറിയ ലാഗ് ഫസ്റ്റ് ഹാഫ് മാത്രമേ, സെക്കൻഡ് ഹാഫ് പൊളി അടിപൊളി. അമിതാഭ് ബച്ചൻ മുതൽ ദുൽഖർ വരെ തകർത്ത് വാരിപടം. ഫസ്റ്റ് ഹാഫ് നിങ്ങൾ ലോ ആയിട്ട് തോന്നുമെങ്കിൽ പേടിക്കേണ്ട. സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. നീണ്ട ഫൈറ്റുകൾ, അതിഗംഭീരമായ വിഷ്വൽസ്, ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് കൽക്കി. പടം നല്ല രസമുണ്ട്. ഫസ്റ്റ് ഹാഫൊക്കെ നമുക്ക് കുറച്ച് ഒരു ലാഗ് പോലെയൊക്കെ തോന്നിക്കും, കോമഡി ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആയിരുന്നില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ പടം മാറിയിട്ടോ. ലാസ്റ്റ് ഒരു അരമണിക്കൂർ ക്ലൈമാക്സ് ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട്. ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെയാണ്. ഒരു ഹോളിവുഡ് ലെവലിലൊക്കെ നമ്മൾ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഹോളിവുഡിലൊക്കെ. ശരിക്കും ഇന്ത്യൻ സിനിമയിൽ ഒരു ഹോളിവുഡ് ടച്ചിലൊക്കെ നമുക്കിരുന്ന് കാണാൻ പറ്റിയ പടങ്ങൾ വന്നിട്ടില്ല. പക്ഷേ ഇതിൽ ഒരു നല്ല മാറ്റമുണ്ട്, നല്ല ക്ലാസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരുപാട് ഫൈറ്റും സംഭവങ്ങളും ഇതൊന്നുമല്ല, നല്ല ക്ലാസ് ആയിട്ട്. ആ സെക്കൻഡ് ഹാഫ് ഒരു അവസാനത്തെ ഒരു അരമണിക്കൂർ മതി. ആ ഒരു കൽക്കി യൂണിവേഴ്സിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. ഇനി അടുത്ത പാട്ടിൽ നോക്കാം. എന്തായാലും രസമുണ്ട്, ഒരു ബോറടിപ്പിച്ചിട്ടില്ല. ഇന്ത്യൻ സിനിമയുടെ മേലേക്ക് കൊണ്ടുപോകാനുള്ള ഗ്രാഫുള്ള പടമാണ്. എന്താ ആദിപുരുഷൊക്കെ ഇതേ ബഡ്ജറ്റിൽ കൊണ്ടുവന്നിട്ട് അത്ര ഫ്ലോപ്പാക്കി കളഞ്ഞത്. ഇതിൻ്റെ മേക്കിങ്ങും മറ്റേ മഹാഭാരത ഇതൊക്കെ കാണിക്കുമ്പോൾ നല്ലൊരു ഇതാണ്. പടം എന്ന് പറഞ്ഞാൽ മേക്കിങ്ങിൽ അടിപൊളിയാണ്. പിന്നെ പ്രഭാസ് ഫസ്റ്റ് ഹാപ്പിൽ ഇച്ചിരി എന്താ കഥയിലിങ്ങനെ ഒഴുകി വരുമ്പോൾ ഒരു ഡൈവേർഷൻ ഉണ്ടാക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് അമിതാഭ് ബച്ചനാണ് അടിപൊളിയാന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കി എന്താ ഇതിനകത്ത് മറ്റേ ഓസിലറിൽ ജയറാമിനെ പോലെയാണ് പ്രഭാസ്, മമ്മൂട്ടി അമിതാഭ് ബച്ചൻ സ്റ്റീൽ ചെയ്തെന്ന് പറയാം. നമ്മൾ മാഡ് മാക്സ് കണ്ടിട്ടുണ്ട്, മാർവൽ മൂവീസ് കണ്ടിട്ടുണ്ട്, DC മൂവീസ് കണ്ടിട്ടുണ്ട്. അതേ ഒരു ലെവൽ ഓഫ് ഇമ്പാക്റ്റിൽ ഇത്ര അടിപൊളി ഗ്രാഫിക്സ്. ഓരോ സീനിൽ 3 മണിക്കൂറിൻ്റെ പടം, ഒരു സീനിൽ പോലും നമുക്കൊരു ഗ്രാഫിക്സ് എന്ന് തോന്നിയല്ല, അത്രയ്ക്ക് ടോപ്പ് നോച്ച് ആയിട്ടുണ്ട്. ലൈക്ക് നമ്മൾ ഒരുപാട് 750 കോടി എടുത്ത് മുടക്കി ഉള്ള പടങ്ങളും ഫ്ലോപ്പായി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് 600 കോടി വർത്ത് എവറി പെനി എന്നാണ് പറയുന്നത്. കാരണം ഇത്ര അടിപൊളിയായിട്ട് 3 മണിക്കൂറിൻ്റെ പടം, ലൈക്ക് ട്രൂലി എപ്പിക്. ഇത് ആക്ച്വലി 6000 വർഷം ശേഷമുള്ള ഒരു ഏർത്ത് കാണിക്കുന്നത്. സോ അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയതിനകത്തേക്ക് മഹാഭാരതം അത്രയും പഴയ ഇത് ബ്ലെൻഡ് ചെയ്ത രീതി, അത് കഥ അടിപൊളിയായിരുന്നു. ഒരുപാട് ക്ലീശ വരാൻ ചാൻസ് ഉള്ള സാധനമാണ്, പക്ഷെ അത് പ്രസൻറ്റ് ചെയ്ത രീതി അടിപൊളിയായിരുന്നു. ഗ്രാഫിക്സ് ഇത്രയും വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യൻ പടം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്. നമ്മൾ ബാഹുബലി അതേപോലുള്ള പടങ്ങളാണ്, നമ്മൾ രാജമൗലിയുടെ ഒക്കെ പടങ്ങളാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. ഗ്രാഫിക്സ് ഒക്കെ വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് ഫാർ ബെറ്ററാണ്. സയൻസ് ഫിക്ഷൻ മൂവിയിൽ ഇത്രയധികം CGI പെർഫെക്ഷനോടെ വന്ന കംപ്ലീറ്റ് ഫ്ലോലെസ് എന്നല്ല പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ ബോളിവുഡ് ലെവലിൽ ഏറ്റവും പെർഫെക്ഷനോടെ വന്ന ഒരു കംപ്ലീറ്റ് CGI ഫാൻറ്റസി, എന്താ പറയുക, സയൻസ് ഫിക്ഷൻ, പുരാണ കഥകൾ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗംഭീര ഫീസ്റ്റായിട്ടാണ് കൽക്കി ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കംപ്ലീറ്റ്ലി തൃപ്തിപ്പെടുത്തി. ഫസ്റ്റ് ഹാഫ് നിങ്ങൾ ലോ ആയിട്ട് തോന്നുമെങ്കിൽ പേടിക്കേണ്ട. സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. നീണ്ട ഫൈറ്റുകൾ, അതിഗംഭീരമായ വിഷ്വൽസ്, ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് കൽക്കി. എല്ലാ നടന്മാരും ഒന്നിനൊന്നിന് മെച്ചമാണ്. നമുക്കത് ഒരു വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ്. മേക്കിംഗ് വൈസ് ഒന്നും പറയാനില്ല, നമ്മളെ ഞെട്ടിക്കുന്ന മേക്കിംഗ്, ഗംഭീര പരിപാടി. എല്ലാവരും, കമലഹാസനാണെങ്കിൽ എല്ലാവരും നന്നായിട്ടുണ്ട്. ടേക്ക് വെച്ചിട്ട് ഉള്ളെങ്കിലും സൂപ്പറായിട്ടുണ്ട്. ശോഭന ഗംഭീരമായിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ടുണ്ട്. ശരിക്കും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം. കാമിയോ ഓക്കെ എന്ന് പറയും. ദുൽഖറിന് അധികം ഡയലോഗ്സും അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളൂ. പക്ഷേ തിയേറ്ററിൽ അത് നമ്മുടെ ആളെന്നുള്ള രീതിയിലൊരു ഭയങ്കര ഹൈ ആയിരിക്കുന്ന സാധനം. കുറച്ച് വളരെ ചെറിയ 2-3 സീനേ ഉള്ളൂ. രസമാണ് കാണാൻ. എല്ലാവരും നമ്മുടെ ആൾക്കാർ കാണുമ്പോൾ ഒരു രസമുണ്ടല്ലോ. ശോഭന മാമിന് പറ്റിയ പെർഫോമൻസ് നൈസായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഒരു എലവേഷൻ സീൻസൊക്കെ ഉണ്ട്, അത് വേറെ ലെവലായിരുന്നു. പിന്നെ പ്രഭാസിന് എന്താ പറയുക, ഒരു കുറച്ചാൾ ശേഷം ഒരു 100% നല്ലൊരു ലൈക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു മൂവി ആയിരിക്കും അത്. നമ്മുടെ അന്നാബൻ നല്ലൊരു റോൾ ആൾക്ക് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ലൈക്ക് ക്യാരക്ടറായിരുന്നു. സോ എല്ലാവർക്കും ഈക്വൽ റോൾസ് ഉണ്ട്. ലൈക്ക് ഒരു ചെറിയ ആളും നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാവരും ഹാസ് ഡൺ ഗ്രേറ്റ് ജോബ്. ആൻഡ് നാഗാശ്വിൻ ഹാറ്റ്സ് ഓഫ്. ഈ ഇത്ര ഒരു കൽക്കി യൂണിവേഴ്സ് ലൈക്ക് ഇന്ത്യയിൽ ശ്രമിക്കാന്നില്ല. ഇത് കണ്ടിന്യൂയിങ് ആണ്, ഇനി പാർട്സ് വരുന്നുണ്ട്. സോ ട്രൂലി വെയിറ്റിംഗ് ആണ്. ഡോണ്ട് മിസ് ഇറ്റ്. തിയേറ്ററിൽ കാണുമ്പോൾ നല്ല തിയേറ്ററിൽ ഒരു 4K അറ്റ്മോസ്ഫിയറിൽ തന്നെ മിസ് ചെയ്ത് കാണാൻ നോക്കുക.